മേളം തുടങ്ങട്ടെ. കാലി ആടി ഉറയട്ടെ. ആ തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചന്ദ്രോത്ത് രാമനാഥൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ അറക്കൽ ദുർഗാദാസ്, കീരിക്കൽ ആന്റണി, ചാരിപറമ്പൻ വാസു, മേലേടൻ റഷീദ്, കളരിക്കൽ കുമാരൻ എന്നീ പ്രതികൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം 25,000 രൂപയുടെ രണ്ടാൾ ബലത്തിൽ ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മുത്തപ്പൻ, ക്ഷമിക്കണം. ഒന്നും എന്റെ തെറ്റല്ല. പറ്റിപ്പോയി, ചതിക്കുഴിയിൽ വീണുപോയി. അറിയാം, എനിക്കെല്ലാം അറിയാം. മുത്തപ്പൻ എന്ന് പറഞ്ഞില്ലേ, കാളിരൂപം മനസ്സിലുണ്ടാവണം, ധാരികന്മാരെ തിരിച്ചറിയണം. ഒന്നിനും പറ്റിയില്ല. തോറ്റുപോയി, എല്ലായിടത്തും തോറ്റുപോയി. എന്റെ കുട്ടി നിനക്കല്ലോ. സാരല്ല, ഒക്കെ ശരിയാവും. എന്തായാലും ജാമ്യം കിട്ടിയില്ല. അമ്മ, ഇന്നലെ കടലാശ്ശേരിയില് ആട്ടം ഉണ്ടായിരുന്നു. ആട്ടത്തിനൊടുവില് കാളികേറ്റുണ്ടായി. അമ്മയ്ക്ക് ക്ഷീണമായിട്ട് കിടക്കുക. വാ. അമ്മേ, 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 ദേ ഏട്ടൻ വന്നിരിക്കണോ? നീ അച്ഛനെ കണ്ടില്ലേ? നിന്നെ ഒരുപാട് അന്വേഷിച്ചു. നീ എവിടെയായിരുന്നോ? മണല് വാരിക്കഴിഞ്ഞ പുഴേന്ന് കേറി പോന്നൂടെ? മുത്തപ്പ, നീ പോയി ഉടുപ്പ് മാറി ഭക്ഷണം വല്ലതും കഴിക്കാൻ നോക്ക്. വത്സലേ, ഇവനെന്താ കഴിക്കാൻ കൊടുക്ക? പിന്നെ നീ സൂക്ഷിക്കണം. പോലീസുകാര് എല്ലായിടത്തും ഉണ്ട്. അവന്റെ കണ്ണിൽ പെടാതെ നോക്കണം. എനിക്ക് നല്ല ക്ഷീണം. ഞാൻ ഒന്ന് കിടക്കട്ടെ. അനുഗ്രഹം കിട്ടിയപ്പോ കുറച്ചേരം ബോധമില്ലായിരുന്നു. ഉണർന്നപ്പോ ഇങ്ങനെ പിച്ചും പെയ്യും പറയാ. കാളികേറ്റാണെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചത്. ഇതിപ്പോ വിഷമിക്കരുത്. നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വൈദ്യന്മാരെ കാണിക്കാം.
കുറച്ച് ദിവസമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തേ? എന്തിനു വേണ്ടിയാ നീ ചെയ്തേ? എനിക്ക് നിന്നെ പോലെ ആകായിരുന്നു. നിന്റെ മാർഗം സ്വീകരിക്കായിരുന്നു. എന്തിനും നീ അയാളുടെ അടുത്തല്ലേ പോവാറ്. എന്നിട്ടിപ്പോ എന്തായി? ചെങ്ങാതി കുത്തിയത് ചങ്കില്. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി ചന്ദ്ര. നീ ഒന്നും പറയണ്ട ചന്ദ്ര, കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോ കാശുണ്ടാക്കാനുള്ള ശ്രമം, ആ ഒരു അവസ്ഥയാണ് നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പിന്നല്ലാതെ ആരാ? എന്റെ കാര്യം നിനക്കറിയോ? ദാ അത് കണ്ടോ, ലോൺ എടുത്ത് വാങ്ങിയതാ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വത്സല ഉപേക്ഷിക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കോടതി കേസല്ലേ, ഇതുവരെയുള്ള തെളിവുകൾ നമുക്ക് ഒതുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഭയമില്ല. ആ ഒറ്റുകാരനെവിടെ? കുമാരൻ. അവൻ നാട്ടിലുണ്ട്. വിടരുത്. അവനെ പൂർണ്ണമായും നമ്മുടെ വരുതിയിലാക്കണം. എന്തും സഹിക്കാനുള്ള കരുത്ത് അവന്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കണം. അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ഇതൊരു സ്ഥിരം തൊഴിലാ. ജാതിയും മതവും രാഷ്ട്രീയവും പകയും വഞ്ചനയുമുള്ള കാലത്തോളം നമുക്ക് പണിയും പണവുമുണ്ട്. ദാ നാളെ ഒരു പണിയുണ്ട്. പണം ഇനിയും തരും, എത്ര വേണമെങ്കിലും. അധികം ആള് വേണ്ട, ഒരാളും കൂടി മതി. ബാക്കി കാര്യം അറിയിക്കാം. ശരി. പോവാൻ വരട്ടെ. ആരാടാ ബോട്ടി വന്ന് പോയത്? ചോദിച്ചു കേട്ടില്ലേ? അതാരാന്ന്? സാറ് വഴിമാറ്. നിന്നോടാ ചോദിച്ചേ, അതാരാന്ന്? സാറേ വേണ്ട. ഓ, എന്നോട് പോവാൻ പറ. നീ ആരാടാ? കഴിവുള്ള മോനെ.